എല്ലാ ശ്രോതാക്കൾക്കും പിന്നെയും ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്ക് പിന്നെയും മറ്റൊരു കഥാപാത്രവുമായി ഇന്നും നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സർവ്വകൃപാലുവായ ദൈവം ഇടവരുത്തിയ വൻ കൃപകളെ ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നിങ്ങൾ കാണിച്ച എല്ലാ സഹകരണങ്ങൾക്കും നന്ദിയും നിങ്ങളുടെ സ്നേഹവും അറിയിക്കുന്നു. പിന്നെയും വീഡിയോകൾ കാണുകയും സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ഹാബേലിനെ കുറിച്ചാണ്. ആരാണ് ഹാബേൽ? ആദിമ മാതാപിതാക്കളാൽ ജനിക്കപ്പെട്ട ആദ്യത്തെ പുത്രനാണ്. അത് ബൈബിളിലെ ആദ്യത്തെ പുത്രനാണ് കയ്യനും അവൻ്റെ സഹോദരനുമായ ഹാബേൽ. ഹാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ശ്വാസം എന്നാണ്. ആദാമിൻ്റെയും ഹവ്വയുടെയും രണ്ടാമത്തെ പുത്രനായിരുന്നു ഹാബേൽ. കയ്യൻ ഹാബേലിൻ്റെ മൂത്ത സഹോദരനായിരുന്നു. കയ്യൻ കർഷകനും ഹാബേൽ ആട്ടിടനുമായിരുന്നു. കർഷകനായ കയ്യൻ കഠിനഹൃദയനും തൻകാര്യക്കാരനും സ്നേഹരഹിതനുമായിരുന്നു. എന്നാൽ ഹാബേലോ നേരെ തിരിച്ചായിരുന്നു. ഹാബേൽ ശാന്തനും സൗമ്യനും സഹോദര സ്നേഹം പാലിക്കുന്നവനുമായിരുന്നു. ആദിമ മാതാപിതാക്കളായ ആദാമും ഹവ്വയും അവർ തങ്ങളുടെ മക്കളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നു. കാരണം അവർ ദൈവിക ആരാധനകളിൽ താല്പര്യമുള്ളവരായിരുന്നു. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ഇവിടെ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. മാതാപിതാക്കളിൽ നിന്നും ദൈവാരാധന അവർ പഠിച്ചു. ആദാമും ഹവ്വയും ദൈവ കൂട്ടായ്മയിൽ സന്തോഷമായി ജീവിച്ചിരുന്ന കാര്യവും സാത്താൻ പാമ്പിൻ്റെ വേഷത്തിൽ വന്ന് ചതിച്ച് പാപം ചെയ്യിച്ച കഥയും ദൈവം തോട്ടത്തിൽ വന്നപ്പോൾ അവർ അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് ഉടയാടയായി വസ്ത്രങ്ങളുണ്ടാക്കി ലജ്ജ മറച്ച കഥയും മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചിരിക്കണം. തങ്ങൾ തന്നെത്താനുണ്ടാക്കിയ അത്തിയില കൊണ്ടുള്ള വസ്ത്രം പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കരിഞ്ഞു പോകുന്നതിനാൽ വേറെ വസ്ത്രം ഉണ്ടാക്കുവാൻ ദൈവം അവരെ കൊണ്ട് പ്രേരിപ്പിച്ചതും ദൈവം വേറെ വസ്ത്രം അവർക്ക് നൽകിയതും വിവരിച്ചു കാണും. തോൽ കൊണ്ടുള്ള ഉടുപ്പുണ്ടാക്കുവാൻ വേണ്ടി ഒരു മൃഗത്തെ കൊന്ന കഥയും അവരെ മനസ്സിലാക്കിപ്പിച്ചിരിക്കണം. അങ്ങനെ ലജ്ജ മാറി ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലുന്നതിന് രക്തച്ചൊരിച്ചിലും മരണവും നടക്കേണ്ടതായിട്ടുണ്ടെന്ന് അവരെ ഗ്രഹിപ്പിച്ചു കാണും. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു രക്തം ചൊരിഞ്ഞുള്ള യാഗത്തിൽ കൂടെ ദൈവം പ്രസാദിക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ തങ്ങളുടെ മക്കളെ പറഞ്ഞു പഠിപ്പിച്ചത്. അങ്ങനെ രക്തം ചൊരിഞ്ഞുള്ള യാഗം ദൈവാരാധനയുടെ ഭാഗമായി തീർന്നു. അങ്ങനെ ദൈവാരാധന യാഗത്തിലൂടെ നിർവഹിക്കുന്ന പതിവും ഉണ്ടായിത്തീർന്നു. നമ്മുടെ സമകാലിക ലോകത്ത് നാം ഒത്തിരി കേട്ടൊരു കേൾവിയാണ് നരബലി, അങ്ങനെ രക്തം ചൊരിഞ്ഞുകൊണ്ടുള്ള ബലികളിൽ കൂടെ. ഈ സന്ദർഭത്തിൽ ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയട്ടെ. ബൈബിൾ ഒരിക്കലും ഒരു തരത്തിലുള്ള ബലിക്കും ബൈബിൾ ഒരു രീതിയിലും പ്രോത്സാഹനം നൽകുന്നില്ല. പക്ഷേ പഴയ നിയമ കാലഘട്ടത്ത് രക്തം കൊണ്ടുള്ള യാഗങ്ങൾ നടന്നതായിട്ട് കാണാൻ കഴിയും. മനുഷ്യൻ്റെ പാപപരിഹാരത്തിനായി പല മൃഗങ്ങളെയും കൊന്ന് അതിൻ്റെ രക്തമെടുത്ത് യാഗമർപ്പിച്ച് ആ രീതിയിലുള്ള യാഗങ്ങൾ നടന്നതായിട്ട് ബൈബിൾ നമ്മെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട്. അങ്ങനെ ആദിമ മാതാപിതാക്കൾക്ക് ഉണ്ടായ പാപത്തിൻ്റെ പരിഹാരമായിട്ട് ഒരു യാഗം കഴിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അവരൊരു മൃഗത്തെ അറുക്കുകയും അങ്ങനെ ഭൂമിയിൽ ആരാധന ഉടലെടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് തങ്ങളുടെ മക്കളെയും അവർ യാഗം ചെയ്യുവാൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ആ പഠനത്തിൻ്റെ ഫലമായിട്ട് തങ്ങൾ യാഗം കഴിക്കുന്ന വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം, അതിനെക്കുറിച്ച് പഠിക്കാം. വരുന്ന വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ നമുക്ക് കാണാം. അതുവരെയും എല്ലാവരെയും ദൈവം കാത്തു സൂക്ഷിക്കുമാറാകട്ടെ.